അവർക്കും അഹ്ലുസുന്നയാണ് എന്ന് നമ്മളെന്ന് പറയാൻ എന്തർഹതയാണ് ഉള്ളത് എന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. ഞാനീ പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരും പറയുന്ന അഹ്ലുസുന്ന. നമ്മൾ മണ്ടന്മാരാണോ? നമ്മൾ വിഡ്ഢികളാണോ? നമ്മളോട് കാര്യം ചോദിക്കട്ടെ. നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നു 1+1 = 2 എന്നോ 3 എന്നോ 4 എന്നോ എന്ത് വേണോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക? നമ്മൾ അത് വിശ്വസിക്കൂല. കാരണം എന്താണ്? 1 1 2. അതുപോലെ തന്നെ ഇതൊക്കെ പറയുന്നതൊക്കെ അഹ്ലുസുന്നത്താണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ വിശ്വസിക്കുക? എല്ലാവരും പറയുന്നു അഹ്ലുസുന്ന, അതുകൊണ്ട് നമുക്ക് അഹ്ലുസുന്ന തന്നെ വേണ്ട, അതൊന്നും തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെയും തീരുമാനിക്കാൻ പറ്റുകയില്ല. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കക്ഷികൾ നാട്ടിൽ ഒരുപാടാണ്. അതിൽപ്പെട്ട മറ്റൊരു കക്ഷിയാണ് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ 100 നൂറ്റാണ്ട് അല്ലെങ്കിൽ 1 നൂറ്റാണ്ട് 100 വർഷത്തിൻ്റെ നവോത്ഥാന കാര്യങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, നൂറ്റാണ്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം മുജാഹിദുകളെന്നറിയപ്പെടുന്ന വിഭാഗം. അവരെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ എന്തിനാണ് അവരെക്കുറിച്ച് പറയുന്നത്? എന്തിനാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്? ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ പോരെ? ഇവിടെ കുറേ തൗഹീദില്ലാത്ത ആൾക്കാരില്ല, അവരെക്കുറിച്ച് പറഞ്ഞാൽ പോരെ? ഞങ്ങളെക്കുറിച്ച് എന്തിനാ പറയുന്നത് എന്ന് പൊതുവെ ഒരു വിഷമം നിറഞ്ഞ രോദന നമ്മൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് പറയാതിരുന്നാൽ എന്താണ് ഉണ്ടാവുക? ഇങ്ങനെയുള്ള ആളുകളാണ് തൗഹീദിന്റെ ആളുകളെന്ന് പറഞ്ഞ് സാധാരണക്കാരായ പാവങ്ങൾ വിചാരിക്കുന്നത് ഇതാണ് ഇപ്പൊ തൗഹീദ്. ഈ സൗസറും കുപ്പായോട്ട് പിന്നെ വേദിയിൽ കയറി ഖുത്ബക്കും കയറി പാൻറ്റും അതുപോലെ തന്നെയുള്ള ടീഷർട്ടും കെട്ടി ഇഞ്ചും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആളുകളെ നോക്കി, ഇപ്പുറത്തോ ഷിർക്ക് പറയാനുള്ള ആളുകളോ നല്ല വെളുത്ത തലപ്പാവും അതുപോലെ തന്നെ വെളുത്ത വസ്ത്രമിട്ട് ഉസ്താദ്, ഇപ്പുറത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, ഡോക്ടർ, MBBS, എന്നിട്ട് വേഷം പറഞ്ഞ സാധനം. ഇത് കണ്ട ഒരു സാധാരണക്കാരൻ എന്താ വിചാരിക്കുക? ഷിർക്ക് തന്നെ ശരി. ഈ ഉസ്താദുമാരൊക്കെ പറയുന്നത് തെറ്റും ഈ ചെക്കന്മാര് പറയുന്നത് ശരിയും എന്ന് ആർക്കെങ്കിലും തോന്നുമോ? ഒരു സാധാരണക്കാരന്റെ ചിന്താഗതിയിൽ ഈ സ്റ്റേജുമ്മ കയറി സർക്കസ് കളിക്കുന്ന ആളുകളെ കണ്ടിട്ട് തൗഹീദ് മനസ്സിലാക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളത് വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ അതുകൊണ്ടാണ് വ്യക്തമാക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷം ധരിക്കുമെന്നാണോ? അതല്ല ബുഷിന്റെയും ഒബാമയുടെയും അതുപോലെ തന്നെ നെതന്യാഹുവിന്റെയും വേഷം ധരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആരുടെ വേഷം അവർ ധരിക്കുക? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വേഷം എന്തായിരിക്കും? സ്വഹാബികളും അതുപോലെ തന്നെ സലഫുകളും മുസ്ലിമീങ്ങളും പൊതുവെ ധരിച്ച വേഷമാണോ? അതല്ല ഈ നേരത്തെ പറഞ്ഞ ഒബാമയും ഹിറ്റ്ലറും അതുപോലെയുള്ള ആളുകളും ഒക്കെ ധരിച്ച വേഷമാണോ അവരുടെ വേഷം ഉണ്ടാകുക? സ്വാഭാവികമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. മറിച്ച് അവർ മുസ്ലിമീങ്ങളുടെ വേഷം ധരിക്കുന്നവരായിരിക്കും. അത് കാണുമ്പോൾ ഒരു സ്വാഭാവികം സാധാരണക്കാരൻ എന്താണ് കരുതുക? ഇതേതായാലും സത്യമാകാൻ സാധ്യതയില്ല, തൗഹീദ് ഏതായാലും ശരിയാകാൻ സാധ്യതയില്ല. ഇത്തരത്തിലുള്ള ആളുകൾ തൗഹീദ് പറഞ്ഞതുകൊണ്ട് അതിനെ വെറുത്തവരും ഒരുപാടുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നേർവഴിയിലാക്കട്ടെ. ഇക്കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിലാക്കട്ടെ. സഹോദരങ്ങളെ, ആ ആളുകൾ ഇന്നിതാ നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീവ്രവാദികളാണ്, നമ്മൾ ISISന്റെ രഹസ്യ സെല്ലുകളാണ്, സ്ലീപ്പർ സെല്ലുകളാണ്, സിറിയയിലേക്ക് കൊണ്ടുപോകുന്നവരാണ്, അതുപോലെ അജ്മൽ കസബിന്റെ പോലത്തെ താടി വെച്ചവരാണ്, അതുപോലെ തന്നെ വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ഈ അടുത്ത പള്ളികളിൽ മുഴങ്ങിക്കേട്ട ശബ്ദങ്ങളാണ് ഇതൊക്കെ. സഹോദരങ്ങളെ, നന്മണ്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കണ്ണീർ പ്രവാചകൻ, ആ ആളുടെ പ്രധാന ജോലി 1 ഇത്തരം കണ്ണീരും, 2 ഇത്തരം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കീറിവലിക്കലുമാണ്. ഇത് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. മുസ്ലിം ഉമ്മത്ത് സത്യമാണെന്ന് കരുതിക്കൊണ്ട് പോകുന്ന വഴികൾ ഏതൊക്കെയാണ്? ഇതുപോലെയുള്ള ആളുകളാണ് സത്യമെന്ന് കരുതിക്കൊണ്ട് സഞ്ചരിക്കുന്ന ആളുകളെ യഥാർത്ഥത്തിലുള്ള സുന്നത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. വിസ്ഡവും അതുപോലെ തന്നെ കേന്നവും തമ്മിൽ തല്ലിലാണ്. എന്തിനാണ് തല്ലുകൂടുന്നത് അവർക്ക് തന്നെ അറിയുകയില്ല. ഞങ്ങളെ ചവിട്ടിപ്പുറത്താക്കിയതിന്റെ പേരിലാണെന്ന് അവർ പറയുന്നു. മറ്റവർ തൗഹീദിന്റെ പേരിലാണ്, ശിർക്കിന്റെ പേരിലാണെന്ന് പറയുന്നു. ഇവർ നേരെ തിരിച്ചും പറയുന്നു. അവർക്ക് തന്നെ ആ വിഷയത്തിൽ തീർപ്പായിട്ടില്ല. അതിൽ നിന്നും ഇറങ്ങിപ്പോയ പല ആളുകളുമുണ്ട്.
അന്ന് മുന്നേ നിഷേധിച്ച പല കാര്യങ്ങളും, ഹറാമായിരുന്ന പല കാര്യങ്ങളും എന്നിതാ ഹലാലായിരിക്കുന്നു. അന്ന് പാടില്ലാത്ത പലതും ഇതാ ഹലാലായി കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് എന്താണോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ബിദഅത്തിന്റെ സംഘടന എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരാൻ വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഘമുണ്ട്. സക്കരിയ സ്വലാഹിയുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ഒരു സംഘം. ആ സംഘം അതിനുവേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പോൾ തമ്മിലും പോരിലും പ്രശ്നത്തിലുമാണ്. എന്തിനാണ് തല്ലുകൂടുന്നത് നമുക്കറിയുകയില്ല. ബിദഅത്തിന്റെ ആളുകളുടെ ലക്ഷണമാണ് തമ്മിൽ തല്ല് എന്നത് അറിയപ്പെട്ടതാണ്. തമ്മിൽ തല്ലും ഫുർഖത്തും അത് ബിദഅത്തിന്റെ ആളുകളുടെ ലക്ഷണമാണ്. ഒരുമയും ഐക്യവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ ലക്ഷണമാണ്. സഹോദരങ്ങളെ, ഒരിക്കലും ഈ ഒരുമ ഐക്യം എന്ന് പറഞ്ഞാൽ ബിദഅത്തിന്റെയും ബാത്തിലിന്റെയും പേരിലല്ല, മറിച്ച് ഹക്കിന്റെ പേരിൽ ഒരുമിക്കാവുന്നവരെല്ലാം ഒരുമിക്കുക. അതുപോലെ തന്നെ ബിദഅത്തിന്റെ ആളുകളുടെ അവസ്ഥയോ, അവർ ബാത്തിലിന്റെ ആളുകളെ പലതിനെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ താനെ അത് പിളർന്നു പോകുന്നതും നമുക്ക് നമ്മളുടെ കൺമുന്നിൽ കാണാൻ സാധിക്കാവുന്നതാണ്. പണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനിയും അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദയും അതുപോലെ തന്നെയുള്ള ആളുകളും റഷീദ് റിളയും ഒക്കെ കൊണ്ടുവന്ന ആശയങ്ങളും ആദർശങ്ങളും ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ട് 100 വർഷം തികക്കുന്ന ആളുകൾ, അതിന് ഏത് കക്ഷിയാകട്ടെ, മുജാഹിദിന്റെ ഏത് കക്ഷിയാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളിൽ പെട്ടവരല്ല എന്ന് നമ്മൾ വ്യക്തമായി പറയാൻ കാരണം, ഈ ആളുകളെ കണ്ടുകൊണ്ട് സുന്നത്തിന്റെ ആളുകളെ മനുഷ്യർ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്, സാധാരണക്കാർക്ക് തെറ്റുപറ്റാതിരിക്കാനാണ്, ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ഇവരുടെ പിഴവുകൾ എണ്ണാൻ തുടങ്ങിയാലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. തീർച്ചയായും അത്തരം കാര്യങ്ങൾ അത് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യൽ നമ്മളുടെ ബാധ്യതയാണ്. ആ ആളുകൾ സ്ത്രീകളുടെ വിഷയത്തിലാകട്ടെ, സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്ന വിഷയങ്ങളിലാകട്ടെ, സ്ത്രീകളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ അവസ്ഥകളാകട്ടെ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഓരോന്നും എടുത്ത് ചികഞ്ഞന്വേഷിച്ചാൽ, അതുപോലെ തന്നെ ലിബറലിസവും അതുപോലെ തന്നെയുള്ള ആശയങ്ങളും പ്രസംഗിക്കാൻ വേണ്ടി തൊണ്ടവാടകക്കെടുത്തു കൊണ്ടുവന്ന KT ജലീലിനെ പോലെയുള്ള ആളുകളെ പ്രസംഗിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആളുകൾക്ക് മുന്നിൽ ഇസ്ലാമിനെതിരായ സംസാരങ്ങൾ സ്വന്തം വേദികളിൽ നിന്ന് പോലും ഉയർത്തേണ്ടി വന്നിട്ടുള്ള ആളുകൾ ഈ മുജാഹിദ് വിഭാഗങ്ങളിലുണ്ട്. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ഇപ്പോഴും തീർപ്പ് വന്നിട്ടില്ലാത്ത ആളുകൾ ഈ തരത്തിലുള്ള ആളുകൾക്കിടയിലുണ്ടെന്ന് അവരുടെ പ്രബന്ധങ്ങളും അവരുടെ തർക്കത്തിന്റെയും വിതർക്കത്തിന്റെയും ഗ്രന്ഥങ്ങളും എഴുത്തുകുത്തുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എന്തിനധികം ഇവരുടെ സ്ഥാപകനായ ഉമർ മൗലവി പോലും അവസാനം പറയേണ്ടി വന്നു, മുൻഗാമികൾ ഇതിനെ സ്ഥാപിച്ച ആളുകൾ എങ്ങാനമെന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ നമ്മൾ ഉണ്ടാക്കിയ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഇന്നില്ലല്ലോ എന്ന് പറയേണ്ട അവസ്ഥ വന്നേനെ എന്ന് പറയുന്ന അവസ്ഥയിൽ 1900 അവസാനങ്ങളിൽ തന്നെ ഉമർ മൗലവി ഇത് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട അവസ്ഥ പോലും ഉണ്ടായെങ്കിൽ അതിനുശേഷമുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മളുടെ നാട്ടിലുള്ള ഇത്തരം വിശുദ്ധമാകട്ടെ അതുപോലെ തന്നെയുള്ള ആളുകളാകട്ടെ, അവർക്കെല്ലാവർക്കും ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഇഹ്യാ തുറാത്തുൽ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, കുവൈത്തിലുള്ള ആ സംഘടനയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ അന്വേഷിച്ചാൽ പഠിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുക അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബാധ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തും ചെയ്തതെന്താണോ, സലഫുസ് സാലിഹീങ്ങൾ എങ്ങനെയാണോ ഇങ്ങനെ ആചരിച്ചു പോന്നത്, അതുപോലെ ജീവിക്കുന്ന ആളുകൾ അവരാകുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരുടെ കൂടെ കൂടൽ നിർബന്ധമാണ്. അവരേതെങ്കിലും സംഘടന ഉണ്ടാക്കാനോ അതിലാളെ കൂട്ടാനോ അതിനെ വീഡിയോ പിടിക്കാനോ അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും കാലത്ത് എങ്ങനെ അവർ കൂടെ നിന്നോ അങ്ങനെ കൂടെ നിൽക്കുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പല ആളുകളും സംഘടനയും മറ്റുമൊക്കെ വലിയ ദഅവത്തിന്റെ വിഷയമാക്കുകയും അത് വാജിബാക്കുകയും ചെയ്ത അവസ്ഥ വരെ നമ്മളുടെ നാട്ടിലെ മുജാഹിദുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കാറുള്ള, പ്രകടമായി കാണാറുള്ള വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും സത്യത്തിന്റെ ബാന്ധാവ് വ്യക്തമാക്കാൻ ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കോഴിക്കോട്ടെ സഹോദരങ്ങളാണ്. ആ
ആ സഹോദരങ്ങളുടെ അടുക്കലിതാ നമുക്ക് പഠിക്കാൻ അൽഹംദുലില്ലാഹ് അവസരമുണ്ട്. നമ്മളുടെ ഉസ്താദായ അബൂ മുഫ്ലിഹ് ഉസ്താദും അതുപോലെ തന്നെ നമ്മളുടെ ഉസ്താദായ അബൂ ബിലാൽ ജംഷീർ ഹഫിദഹുല്ലാഹ് അവർ രണ്ടുപേരും യമനിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ അടുക്കൽ നിന്നും പഠിച്ച ഇൽമ സ്വീകരിച്ച പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഇരുന്ന് പഠിച്ചിട്ടുള്ള ആ സഹോദരന്മാർക്കിടയിലേക്ക് അരികിലേക്ക് അൽഹംദുലില്ലാഹ് പഠിക്കാനും അന്വേഷിക്കാനും നമുക്ക് കടന്നു ചെല്ലാനുള്ള അവസരം സൗജന്യമായി നമുക്ക് ഇന്ന് കോഴിക്കോട് അവൈലബിൾ ആണ്, നമുക്ക് ലഭ്യമാണ്. കോഴിക്കോട് വട്ടംപൊയിലുള്ള ദാറുൽ ഇഖ്ലാസ് മർക്കസിൽ സൗജന്യമായ ഖുർആൻ പഠിക്കാൻ, ഹിഫ്ളിനും അതുപോലെ തന്നെ ഹദീസ് പഠിക്കാനും അറബി ഭാഷ പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഏത് പ്രായക്കാർക്കും ഏത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവനും ഏത് അവസ്ഥയിലുള്ളവനും പഠിക്കാനുള്ള സൗകര്യം നമുക്കിന്ന് അവൈലബിൾ ആണ്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. സത്യത്തിൻ്റെ ആളുകളിൽ നിന്നും ദീന് സ്വീകരിക്കാൻ, സത്യത്തിൻ്റെ ആളുകളുടെ കൂടെ നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു